ഹായ് യു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചൊരു വീഡിയോ ആണ്. ഓവർസിയർ ഗ്രേഡ് 3ന്റെ ദേവസ്വം ബോർഡിന്റെ സിലബസ് എന്ന് ചോദിച്ച വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സജഷൻസ് ആണെങ്കിൽ എന്ത് വീഡിയോ വേണമെന്നുള്ള സജഷൻസ് ആണെങ്കിൽ ഈ വീഡിയോ അണ്ടറിൽ കമന്റ് ചെയ്താൽ അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് 2017 ദേവസ്വം ബോർഡ് ഇതുപോലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് ഓവർസിയർ ഗ്രേഡ് 3 സിവിലിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് കൊടുത്ത സിലബസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു 2 മാസം മുമ്പ് സെപ്റ്റംബറിൽ ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് 3 ഗ്രേഡ് 2 ആൻഡ് 1 വേണ്ടിയിട്ട് ഒരു സിലബസ് ഇറക്കിയത്. നമ്മൾ അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാരണം ചെറിയ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സിലബസ് നോക്കാം. 100 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ്, PSC പോലെ തന്നെ. അതിനകത്ത് മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ടോട്ടൽ 20 മാർക്സ്, അതായത് 20 മാർക്സ് GKക്കും അതുപോലെ തന്നെ 80 മാർക്സ് ടെക്നിക്കൽ സബ്ജക്ട്, അതായത് സിവിൽ സബ്ജക്റ്റിന്. PSC ടെക്നിക്കൽ എക്സാംസിന് GK എടുത്ത് കളഞ്ഞതുപോലെ ഇതുവരെ എന്തായാലും ദേവസ്വം ബോർഡ് എടുത്ത് കളഞ്ഞിട്ടില്ല. അതായത് കഴിഞ്ഞ ഈ ഒരു ഒക്ടോബറിൽ എക്സാം ഉണ്ടായിരുന്നു, ഗ്രേഡ് 2ഉം ഗ്രേഡ് 1ന്റെയും. അതിനും GK ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്നേരം 70 മാർക്ക് ടെക്നിക്കലിനും ബാക്കി 30 മാർക്സ് ആ GK പാട്ടുമാണ് ആയിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പൊ 80 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം നടന്ന എക്സാംസിന് 30 മാർക്സ് ആണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1 എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, ഇന്ത്യൻ പോളിറ്റി. അതായത് നിങ്ങൾ സാധാ കേരള PSCയുടെ സാധാ എക്സാംസ്, LDC പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, പോളിറ്റി നോക്കുക. പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാം, അതായത് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ ഉണ്ട്, ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ ജോഗ്രഫി, ഫിസിയോഗ്രഫി, ജിയോളജി, സോയിൽസ്, ക്ലൈമറ്റ്, റെയിൻഫോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ജോഗ്രഫിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ കൊളോണിയൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഒക്കെ നോക്കുക. ദെൻ കേരള റിനൈൻസസ്, അതായത് കേരള ഹിസ്റ്ററി, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതെല്ലാം വരും. അതായത് നിങ്ങളൊരു സാധാ PSCക്ക് പഠിക്കുന്ന, ജനറൽ PSCക്ക് പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും എന്തിനു വരും? ഈ ഒരു എക്സാമിനും വരാം. ഓക്കെ, ആ ഒരു എക്സാംസിന്റെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഈസി ആയിരിക്കും. കേരള റിനൈൻസൻസ്, പിന്നെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, കേരളയുടെ ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ആർട്ട് ഫോംസ്, ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയാൽ മതി. ദെൻ കറണ്ട് അഫയേഴ്സ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് GK പാർട്ടിൽ വരുന്നത്. ഇനി ടെക്നിക്കൽ സബ്ജക്ട്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലേക്ക് വരുവാണെങ്കിൽ 80 മാർക്സിന് ഈ ടോപ്പിക്സിന് ഡിഫറൻസ് ഒന്നും ഇല്ല. അതായത് ഇപ്പൊ നടന്ന എക്സാംസിന് ഈ ടോപ്പിക്സ് ഇതേപോലെ തന്നെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് ചേഞ്ച് വന്നിട്ടില്ല. ഓവർസിയർ ഗ്രേഡ് 2ഉം ഗ്രേഡ് 1നും സർവേ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് സർവേ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് ഇതേപോലെ തന്നെ, ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, കോമ്പസ്, നമ്മൾ ഓവർസിയർ എക്സാമിന് പഠിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ക്ലേ പ്രൊഡക്ട്സ്, സിമെന്റ്, ലൈം, ബ്രിക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റോൺ, ഇതെല്ലാം വരും. ദെൻ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ്, സ്റ്റോൺ മേസണറി, ബ്രിക്ക് മേസണറി, ആർച്ച് ആൻഡ് ലിൻഡൽസ്, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് പറയാം. ദെൻ ബിൽഡിംഗ് ഡ്രോയിങ്, KMBR, KPBR റൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്. ഓക്കെ, ദെൻ കോൺക്രീറ്റ് ടെക്നോളജി, ഹൈവേ എഞ്ചിനീയറിംഗ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനകത്ത് വരുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഹൈവേ എഞ്ചിനീയറിംഗിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് തന്നെ പറയാം നമുക്ക്. ഹൈവേ, റോഡിന്റെ വരുന്നുണ്ട്, അതുപോലെ റെയിൽവേസ്, അതെല്ലാം ഇതിൽ വരുന്ന ബ്രിഡ്ജ്, അതൊക്കെ ഇതിന് വരുന്നതാണ് ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദെൻ ഹൈഡ്രോളജി, വാട്ടർ സൈക്കിൾ, ഹൈഡ്രോഗ്രാഫ്, അതൊക്കെ. ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ഡ്യൂട്ടി, ഡെൽറ്റ ക്രോപ്പ്, അങ്ങനത്തെ ക്രോപ്പ് സീസൺസ്, കമാൻഡ് ഏരിയ, ടൈപ്സ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ സിസ്റ്റം, ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഓവർസിയസ് ലെവൽ എക്സാംസ് കേരള PSC പഠിക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇതിലും വരുന്നുണ്ട്. ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിനകത്ത് വാട്ടർ സപ്ലൈ, സാനിറ്ററി എഞ്ചിനീയറിംഗ്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിനകത്തുനിന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ, ബെയറിംഗ് കപ്പാസിറ്റി, ടൈപ്സ് ഓഫ് ഷാളോ ആൻഡ് ഡീപ് ഫൗണ്ടേഷൻ, അതൊക്കെ. പിന്നെ CAD, ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അതായത് AutoCAD, ആ ടോപ്പിക്സും നോക്കുക. ഇത്രയും ടോപ്പിക്സ് ആണ് അന്ന് കൊടുത്ത സിലബസിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ചേഞ്ച് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഈ കഴിഞ്ഞ എക്സാമിന് ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് 1 വന്ന ഒരു ചെറിയ ചേഞ്ചസ്, അതായത് ഡിപ്ലോമക്കാർക്ക് വേണ്ടിയിട്ടുള്ള എക്സാംസ് ആയിരുന്നത്, ഡിപ്ലോമ ലെവൽ എക്സാം ആയിരുന്നു. അപ്പൊ അത് വന്ന ചേഞ്ചസ്, അതായത് ഇങ്ങനെയാണ് അതിൽ കൊടുത്തേക്കുന്ന സിലബസ് എന്ന് പറയുന്നത്. പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സബ്ജക്റ്റും, പാർട്ട് 2 ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും കൊടുത്തു. ദെൻ പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാം നടന്നപ്പോൾ അതിന് ജനറൽ ഇംഗ്ലീഷ് ഇല്ലായിരുന്നു, പക്ഷേ ഈ പാർട്ട് 3 പാർട്സ് ഉണ്ടായിരുന്നു. അതായത് പാർട്ട് 1 ആ ഒരു ഇലക്ട്രിക്കലിന്റെ സബ്ജക്ട്സും, ദെൻ പാർട്ട് 2 ജനറൽ നോളജും, പാർട്ട് 4 ഈ ഒരു ടെമ്പിൾ അഫയേഴ്സ്, അതെന്തായാലും ഉണ്ടായിരിക്കും. അതായത് ദേവസ്വം ബോർഡിന്റെ എക്സാം ആയതുകൊണ്ട് നമുക്കത് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു എക്സാമിന്
ഈ ഒരു ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് ഈ ഒരു പോർഷനോട് നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും. ഇതെന്തായാലും ഉണ്ടാവാനാണ് ചാൻസ്. ടെമ്പിൾ പുതിയ സിലബസിലെ ടെമ്പിൾ അഫയേഴ്സും ഹിന്ദു കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, വേരിയസ് ദേവസ്വം എക്സെട്ര ഇപ്പൊ നടന്ന എക്സാംസിനെല്ലാം ഇതൊരു പാർട്ട് 3 ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേരം ഡിസ്ട്രിബ്യൂഷൻ വന്നതെന്ന് പറയുന്നത് ഇതിന് 70 മാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 10 മാർക്സ്, ഇത് 10 മാർക്സ്, ഇത് 10 മാർക്സ്. അപ്പൊ നമുക്ക് ഒരു 10 മാർക്സ് ഇതിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പൊ ടെമ്പിൾ അഫയേഴ്സിൽ വരുന്നത് എന്താണ്? ഇതൊരു എക്സ്പെക്ടഡ് സിലബസ് ആണ്, ഒരിക്കലും ഇത് ഒറിജിനൽ സിലബസ് അല്ല. ആദ്യം പറഞ്ഞ പാർട്സ് അതായത് 2017 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് തന്നെ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ വന്നപ്പോൾ ഉള്ള സിലബസ് ആണ് ആദ്യം കൊടുത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 1ന്റെ സിലബസിൽ വന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ചേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്രാവശ്യം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എക്സാം ഡേറ്റിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് 1 മന്തിനൊക്കെ മുമ്പാണ്, സെപ്റ്റംബറിലാണ് ഈ ഒരു എക്സാമിന്റെ സിലബസ് വന്നത്. അതുപോലെ നമുക്കും ഈ ഒരു എക്സാമിന്റെ സിലബസ് അന്നേരം അപ്ഡേറ്റ് ആവും. അപ്പം അന്നേരം ചിലപ്പോൾ ഇതുണ്ടായിരിക്കാം, അന്നേരം നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതായത് നിങ്ങൾ ആദ്യം ആ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നോക്കിയതിനു ശേഷം ഇതും കൂടി ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പൊ ടെമ്പിൾ അഫയേഴ്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അതായത് ദേവസ്വം ബോർഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഫേമസ് ടെമ്പിൾസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഹിന്ദു കൾച്ചറായിട്ട് ബന്ധപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇതും എക്സാംസിനെ എക്സ്പെക്ട് ചെയ്യാം. 10 മാർക്ക് എന്തായാലും ഇതിന് കാണുമായിരിക്കും. ഇപ്പൊ നടക്കുന്ന എക്സാംസിനല്ല, ഈ ഒരു ദേവസ്വം ബോർഡിന്റെ എക്സാംസിനല്ല ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ PSCക്ക് പറയുന്ന പോലെ തന്നെ ഒരു ക്ലോസ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇതിൽ നിന്നല്ലാതെ വേറെയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എന്ത് ക്ലാസ്സസ് ആണ് വേണ്ടത്? അതായത് ഇതുപോലെ ജനറൽ PSCക്ക് വരുന്ന ടോപ്പിക്സിന്റെ ക്ലാസ്സസ് ആണോ, അതായത് സിവിലിന്റെ ക്ലാസ്സസ് ആണോ, ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതായത് പോളിറ്റി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണോ, അതിന്റെ മോക്ക് എക്സാംസ് വേണോ, അതുപോലെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് വേണോ, അങ്ങനെ എന്ത് സജഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അണ്ടറിൽ കമന്റ് ചെയ്യാം. അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. താങ്ക്